പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് റോയൽ റംബിളിലേക്കുള്ള പുതിയ പാർട്ടിസിപ്പൻസിനെ ഇപ്പോൾ WWE കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് റിഡൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഒരു ഹ്യൂജ് അപ്ഡേറ്റും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയർ ഡാഷ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്. ന്യൂ ഇയർ ഡാഷിലെ ആദ്യത്തെ മത്സരത്തിൽ ഹിരോഷി ടനഹാഷി അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്ത് സക്സസ്ഫുള്ളായി റിട്ടേൺ ചെയ്തതിന് ശേഷമുള്ള ഒരു വമ്പൻ സർപ്രൈസിലൂടെയാണ് മാറ്റ് റിഡൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നത്. മാറ്റ് റിഡലിൻ്റെ ഒരു വീഡിയോ പ്ലേ ആകുകയും അദ്ദേഹം ഹിരോഷി ടനഹാഷിയെ ചലഞ്ച് ചെയ്യുകയും ചെയ്തു. ഹിരോഷി ടനഹാഷി അവരുടെ ചാമ്പ്യൻ ആണെന്ന് മാത്രമല്ല ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ അവരുടെ കമ്പനിയുടെ പുതിയ പ്രസിഡന്റ് റോളും കൂടി ഹിരോഷി ടനഹാഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ടനഹാഷി ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മത്സരം എന്നാണെന്നൊന്നും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ടനഹാഷി പറയുന്നത് റിഡിൽ എന്ന് പറയുന്ന റെസ്ലറിനെ കുറിച്ച് തനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ റെസ്ലറിനെ കുറിച്ച് ഞാൻ കൃത്യമായി റിസർച്ച് ചെയ്തതിന് ശേഷമാണ് മത്സരം എന്ന് നടക്കുമെന്നുള്ളത് പ്രഖ്യാപിക്കുക എന്നുള്ളതും ടനഹാഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിഡിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിന് വേണ്ടി ഒരു മത്സരം കളിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ ഡോൾഫ് സിഗ്ലറാണ് റെസ്ൽ കിങ്ഡം എന്ന് പറയുന്ന പേപ്പർ വ്യൂയിലൂടെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഭാഗമായത് എന്നുണ്ടെങ്കിൽ ഇന്ന് ന്യൂ ഇയർ ഡാഷ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ മാറ്റ് റിഡലും ന്യൂ ജപ്പാൻ്റെ ഭാഗമാകുന്നു. അതുപോലെ തന്നെ ന്യൂ ഇയർ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ മെയിൻ ഇവൻറ്റിൽ ഒരു 8-man ടാഗ് ടീം മത്സരമാണ് നടന്നത്. മത്സരത്തിൽ കസ്റ്റിക ഒക്കാഡ, ടൊമാഹിറോ ഈഷി, ബ്രയാൻ ഡാനിയൽസൺ, ജോൺ മോക്സ്ലി തുടങ്ങിയ 4 റെസ്ലേഴ്സ് ഒരു ടീമായിട്ടാണ് പങ്കെടുത്തത്. ഒരു ഓൾ സ്റ്റാർ ടീം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു ടീമിനെ നേരിട്ടത് TMDK എന്ന് പറയുന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ ഒരു ഫാക്ഷനാണ്. മത്സരത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് TMDK വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കസ്റ്റിക ഒക്കാഡ, ബ്രയാൻ ഡാനിയൽസൺ, ജോൺ മോക്സ്ലി തുടങ്ങിയവരൊക്കെ ഒരു ടീമിൽ വരിക എന്ന് പറയുമ്പോൾ അത് പ്രൊഫഷണൽ റെസ്ലിംഗിലെ തന്നെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. അത്തരമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തം ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ന്യൂ ഇയർ ഡാഷ് എന്ന പ്രോഗ്രാമിൽ കാണാൻ സാധിച്ചു. രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് റോയൽ റംബിൾ മത്സരങ്ങളിലേക്കുള്ള പുതിയ പാർട്ടിസിപ്പൻസിനെ കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ഷിൻസ്കെ നാക്കംബോറയും വുമൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ബെക്കി ലഞ്ച് പങ്കെടുക്കുമെന്നാണ് WWE ഇപ്പോൾ പുതുതായി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റിയൻസിൻ്റെ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഉടനെ വേർപിരിയാനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ്. നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം നടക്കുന്നുണ്ട്. AJ സ്റ്റൈൽസ് വേഴ്സസ് LA നൈറ്റ് വേഴ്സസ് റാൻഡി ഓർട്ടൺ. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ റോയൽ റംബിളിൽ റോമൻ റിയൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റിപ്പുലേഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ എൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആര് ഇൻ്റർഫിയറൻസ് നടത്തി ഒരു ആക്രമണം അഴിച്ചുവിട്ടാലും മത്സരം അവസാനിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് സോളോസിക്കോവ മത്സരത്തിൽ ഇടപെടുകയും 3 റെസ്ലേഴ്സിനെ ബ്രൂട്ടലായി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ആൽഡിസ് വന്നുകൊണ്ട് ഈ ഒരു മാച്ച് ഇനി പുനരാരംഭിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റോയൽ റംബിളിലേക്ക് ഒരു ഫെറ്റൽ 4-way മത്സരം പ്രഖ്യാപിക്കുകയും അത് റോമൻ റിയൻസിനെ സംബന്ധിച്ച് ഒരു ഡിസഡ്വാൻറ്റേജായി മാറുകയും ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നാൽ ഒരു പക്ഷേ റോമൻ റിയൻസിനും സോളോസിക്കോവയ്ക്കും ഇടയിൽ ചില പ്രശ്നങ്ങൾ വരാനും റോമൻ റിയൻസ് സോളോസിക്കോവയോട് ചൂടാകാനും അതുമൂലം സോളോസിക്കോവ ഏതെങ്കിലും ഒരു അവസരത്തിൽ റോമൻ റിയൻസിനെ ആക്രമിക്കാനും സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ബ്ലഡ് ലൈൻ്റെ ആ ഒരു ക്രാക്ക് വിടാനുള്ള എല്ലാവിധ സാധ്യതകളുമുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിൽ നാളെ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് വേർപിരിയും അല്ലെങ്കിൽ പിരിഞ്ഞ് അവർ അടിച്ച് പിരിയും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അതിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റ് നാളത്തെ സ്മാക്ഡൗണിൽ ചിലപ്പോൾ ഇടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.